ശബരിമലയിലെ വൻ തിരക്കിൽ വലഞ്ഞു തീർത്ഥാടകർ 15 മണിക്കൂറിലധികമാണ് കുടിവെള്ളവും ഭക്ഷണവുമില്ലാതെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ക്യൂവിൽ നിന്നത്. തിരക്ക് നിയന്ത്രിക്കാൻ സ്പോട്ട് ബുക്കിംഗിന് നാളെ മുതൽ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു. നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് സ്വകാര്യ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. മണ്ഡലകാലത്ത് ദർശനത്തിന് പ്രതിദിനം ഹൈക്കോടതി അനുവദിച്ചത് 90,000 തീർത്ഥാടകരെ. ഇന്നലെയും ഇന്നുമായി സന്നിധാനത്തെത്തിയത് 2.5 ലക്ഷത്തിലേറെ പേർ. ഇതോടെ നിയന്ത്രണങ്ങൾ പാളി. ഒരു പോലീസുകാർ കൺട്രോൾ ചെയ്യാനില്ല. ഞങ്ങൾ ഭയങ്കര ഇതിലാണ് നിൽക്കുന്നത്. എത്ര ആളെ മരിക്കാന്നും കൂടി അറിയില്ല. ആ കണ്ടീഷനിലാണ് 3 മണിക്കൂർ. അതായത് സാധാരണ രീതിയിൽ ഒരു വെർച്വൽ ക്യൂ ഇല്ലാണ്ട് ഒന്നും ഇല്ലാണ്ട് നല്ലതുപോലെ പൊക്കൊണ്ടിരുന്നത് ഈ വെർച്വൽ ക്യൂ കാരണം 3 മണിക്കൂർ പമ്പയിൽ മാത്രം. മരക്കൂട്ടത്ത് ക്യൂ നിന്നത് 15 മുതൽ 20 മണിക്കൂർ വരെ. വെള്ളവും ഭക്ഷണവുമില്ലാതെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ വലഞ്ഞു. 11 മണിക്ക് ഞങ്ങൾ കയറിയതാണ്. ഇവരുടെ കൺട്രോൾ ചെയ്യാൻ ഒരു പോലീസ് ഓഫീസേഴ്സ് അവിടെ ഉണ്ടായിട്ടേ ഇല്ല. സ്പോട്ട് ബുക്കിംഗ് വഴി പ്രതിദിനം 20,000 തീർത്ഥാടകർക്ക് ദർശനം അനുവദിച്ചിരുന്നു. എന്നാൽ സ്പോട്ട് ബുക്കിംഗ് സംവിധാനം പാളിയതോടെയാണ് അനിയന്ത്രിതമായി ഭക്തർ സന്നിധാനത്തേക്ക് എത്തിയത്. കാര്യങ്ങൾ നിയന്ത്രണ അധീനമാണ്. അനിയന്ത്രിതമാണെന്നോ അല്ലെങ്കിൽ ആശങ്കാജനകമാണോ എന്നും പറയത്തക്ക സാഹചര്യമില്ല. സുരക്ഷയ്ക്കായി നിലവിൽ ആവശ്യത്തിന് പോലീസുകാർ ഉണ്ടെന്നും കേന്ദ്രസേന ഉടൻ എത്തുമെന്നും DGP റവാഡ ചന്ദ്രശേഖർ. ആവശ്യമുള്ള പോലീസ് നമുക്ക് അവിടെ ഉണ്ട്. അവിടെ ആവശ്യമുള്ള പോലീസ് നമുക്കുണ്ട്. നമ്മുടെ സ്കീം പ്രകാരമാണ് ഡിപ്ലോയ്മെൻറ്റ് ചെയ്തതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ RAF-ഉം പിന്നെ NDRF കൂടെ അവർ എത്രയും പെട്ടെന്ന് വരും അവിടത്തേക്ക്. അതേസമയം ദർശനത്തിനായി ഡിസംബർ 10 വരെ ഇനി ഓൺലൈൻ ബുക്കിങ്ങിന് ഒഴിവില്ല. എല്ലാ ദിവസവും തീർത്ഥാടകരുടെ 70,000 എന്ന പരമാവധി സംഖ്യ എത്തി. മണ്ഡലപൂജാ ദിനമായ ഡിസംബർ 27-നും തലേ ദിവസവും ബുക്കിംഗ് അനുവദിച്ചു തുടങ്ങിയിട്ടില്ല. 24 സന്നിധാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.